മുത്തശ്ശൻ എഴുതിയ ആ പേപ്പർ ആദർശ് കീറിക്കളയുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും അത്ഭുതത്തോട് കൂടിയിട്ട് ആദർശിനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. നയനെ ബാക്കി എല്ലാവരും മുത്തശ്ശൻ എല്ലാവർക്കും വേണ്ടി സ്വത്ത് ഭാഗം വെച്ച് വക്കീലിനെ കൊണ്ട് എഴുതിച്ച മുദ്ര പേപ്പർ ആയിരുന്നു കേട്ടോ. അത് കീറിക്കളയുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കാണ്. ആദർശ് പറയുന്നുണ്ട്, ഇവിടെ ഇതിന്റെ ആവശ്യമൊന്നുമില്ല. എല്ലാരും എല്ലാ കാലത്തും ഈ വീട്ടില് ഒരുമിച്ച് ജീവിക്കണം. അതുകൊണ്ട് ഈ ഒരു മുദ്ര പേപ്പറിന്റെ ആവശ്യം ഇവിടെ ഇല്ല. ഇങ്ങനെ ഒരു ഭാഗം വെപ്പിന്റെ ആവശ്യവുമില്ല. എന്റെ മുത്തശ്ശൻ ഒരുപാട് കാലം ജീവിക്കും. ഞാനും എന്റെ അമ്മയും ഞാൻ എല്ലാവരും എന്റെ മുത്തശ്ശന്റെ കൂടെ തന്നെ ജീവിക്കും. അപ്പോഴേക്കും ദേവേനി പറയാണ്, അത് തന്നെയാ ഞങ്ങളുടെ അഭിപ്രായം. ആദർശനോട് തന്നെയാണ് ഞങ്ങൾ യോജിക്കുന്നത്. അപ്പോഴേക്കും ദേവേനി മനസ്സിൽ കരുതുകയാണ്, ഈ നാശം പിടിച്ചവന്റെ ആദർശം കാരണം ഞങ്ങളെ നന്നായിട്ട് ജീവിക്കാൻ സമ്മതിക്കില്ല. അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, ഒരു കാരണവശാലും ഞങ്ങൾ ആരും മുത്തശ്ശനിട്ടിട്ട് ഇവിടുന്ന് പോകുന്നു കരുതണ്ട. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഭാഗം വെപ്പിന്റെ ആവശ്യവുമില്ല. എന്റെ മുത്തശ്ശന്റെ അസുഖമൊക്കെ മാറി സന്തോഷമായിട്ട് നമ്മൾ എല്ലാവരും പഴയതുപോലെ ജീവിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ജലജ ആലോചിക്കുകയാണ്, സ്വത്തുക്കളൊക്കെ ഭാഗം വെച്ച് എങ്ങനെയെങ്കിലും എനിക്കും എന്റെ മക്കൾക്കും സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും പോയി ജീവിക്കായിരുന്നു. ഇവൻ ഇതും സമ്മതിക്കില്ലല്ലോ. അതിലെന്താണെന്ന് പോലും കാണാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ജയം പറയാണ്, ഞങ്ങളുടെ താല്പര്യം അത് തന്നെയാച്ചാ. ഒരിക്കലും നിങ്ങളെ വിട്ടിട്ട് ഞങ്ങൾക്ക് പോകാൻ കഴിയില്ല. അത് തന്നെ ഞങ്ങളുടെ താല്പര്യം. ജലജ അപ്പൊ ഓർക്കുന്നുണ്ട്, അതിലെന്തൊക്കെയായിരിക്കും എഴുതിയിരുന്നത്, എനിക്കും എന്റെ മക്കൾക്കും എന്തായിരിക്കും തന്നിരുന്നത്, ഒന്നും അറിയാൻ പറ്റിയില്ലല്ലോ. ദേവേനി പറയുന്നുണ്ട്, ആദർശ് പറഞ്ഞതിനോട് തന്നെയാ ഞങ്ങൾക്ക് യോജിപ്പ്. കാരണം ഈ വീട് ഒരിക്കലും തെന്നി പിരിഞ്ഞു പോകാൻ പാടില്ല. എല്ലാവരും സന്തോഷമായിട്ട് ഒരുമിച്ച് ജീവിക്കണം. ഞങ്ങളുടെ മുത്തശ്ശന് ഞങ്ങൾ അത്രത്തോളം പ്രിയപ്പെട്ടതാ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും നബി മനസ്സിലാലോചിക്കാണ്, രാജാവിനെ പോലെ ഈ വീട് ഭരിച്ചിരുന്ന ആ കള്ളക്കളവും പോയാൽ തന്നെ ഇവിടെ പകുതി ആശ്വാസം ആയേനെ, സന്തോഷമായിട്ട് ജീവിക്കായിരുന്നു. അതുപോലെ തന്നെ ആ സ്വത്തുക്കൾ ഭാഗം വെച്ചിരുന്നെങ്കിൽ എനിക്കും എന്റെ അബിക്കും എവിടെയെങ്കിലും പോയി അടിച്ചു പൊളിച്ച് ജീവിക്കായിരുന്നു എന്നൊക്കെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശൻ പറയാണ്, എനിക്കും അത് തന്നെ ആഗ്രഹം. പക്ഷെ എന്ത് ചെയ്യാനാ. മുത്തശ്ശൻ പറയുന്നുണ്ട്, വേറൊന്നും കൊണ്ടല്ല, ഈ വീട്ടിനകത്തുള്ള പുകച്ചിലും പൊട്ടലും ചീറ്റലും ഒക്കെ കാണുന്നതുകൊണ്ടാ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഇതിപ്പോ ഇങ്ങനെ സംഭവിച്ചില്ലേലും ആരും അറിയാതെ ഞാനൊരു ഇത് എഴുതി വെക്കുന്നുണ്ട്. അതില്ലാതെ പറ്റില്ല. കാരണം ഏത് നിമിഷവും എന്ത് സംഭവിക്കാം. എന്റെ മരണശേഷം ഇവിടെ അടിയും പിടിയും ബഹളമൊന്നും ഉണ്ടാകാൻ പാടില്ലല്ലോ. അങ്ങനെ പലരും ഈ വീടിനുള്ളിൽ ഉണ്ടല്ലോ എന്നൊക്കെ ജലജയെ മുനകുത്തി മുത്തശ്ശൻ പറയുന്നുണ്ട്. വക്കീലിനോട് പറയാണ്, ഇതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇപ്പൊ എന്തായാലും ഭാഗം വെപ്പ് വേണ്ട. എന്നാൽ ശരി വക്കീലെന്നും പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അപ്പോഴേക്കും നബി മനസ്സിലാലേക്കാണ്, ഒന്നിനും സമ്മതിക്കില്ല. അവന്റെ ഒരു കാര്യം അവന്റെ ആദർശം കൊണ്ട് വന്നിരിക്കുന്നു. അപ്പോൾ അവനത് കീറിക്കളയേണ്ട വലിയ കാര്യം ഉണ്ടായിരുന്നോ എന്നും ചോദിച്ചിട്ട് നവ്യ നേരെ അവളുടെ മുറിയിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ അവളെ ഫോണ് ലോക്കാക്കി ടേബിളിൽ വെച്ചിട്ട് ടവലുമായിട്ട് അവൾ കുളിക്കാനായിട്ട് ബാത്റൂമിലേക്ക് കയറി പോകുന്നുണ്ട്. ഇതേ സമയത്ത് അബി മുറിയിലേക്ക് വന്നിട്ട് നവിയുടെ ഫോൺ എടുത്ത് ചെക്ക് ചെയ്യാണ്. എന്തായാലും മുൻ കാമുകനല്ലേ, അവന്റെ ഫോട്ടോ അവളുടെ ഫോണിൽ കാണാതിരിക്കില്ല. അങ്ങനെ പറഞ്ഞിട്ട് അവൻ അവളുടെ ഫോൺ ചെക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് അയാളുടെ ഫോട്ടോസ് ഒക്കെ ഉണ്ട് കേട്ടോ. ദ്രോഹി, അവള് എന്നെ വിവാഹം കഴിച്ചിട്ട് മുൻകാല കാമുകന്റെ ഫോട്ടോയും മനസ്സിൽ കൊണ്ട് നടക്കുക. ഫോണിലുണ്ടെങ്കിൽ അവളുടെ മനസ്സിലും കാണും. നെറികെട്ടവള് എന്നൊക്കെ ഇങ്ങനെ അബി മനസ്സിൽ ഇങ്ങനെ പറഞ്ഞോണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നയനെ പൂജയൊക്കെ ചെയ്തിട്ട് ആ വിളക്കുമായിട്ട് ദേവയാനയുടെയും ജയന്റെ അടുത്തേക്ക് വരുന്നതാണ്. രണ്ടുപേരും അതിങ്ങനെ തൊട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. മുത്തശ്ശനെ ഡോക്ടർ കാണാൻ വരികയല്ലേ, അതുകൊണ്ട് ഞാൻ പ്രത്യേകമായിട്ടൊന്ന് പൂജ ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ജലിച്ച് വന്നിട്ടും ആ ഒരു ഇത് ഇങ്ങനെ വിളക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയാണ്, മനസ്സിൽ വിഷം വെച്ചുകൊണ്ട് നീയൊക്കെ പൂജ ചെയ്തിട്ട് എന്താ കാര്യം. അപ്പോഴേക്കും ജയം പറയാണ്, എന്തിനാ ജലജെ ആവശ്യമില്ലാത്ത വർത്താനമൊക്കെ പറയുന്നത്. ഞാൻ ആവശ്യമില്ലാത്ത വർത്താനമൊന്നും അല്ല പറഞ്ഞത്, ആവശ്യമുള്ളത് തന്നെയാ പറഞ്ഞത്. ഇതുപോലെ ഒരുത്തി വന്ന് കയറിയതിനു ശേഷമല്ലേ ഇവിടെ ഇങ്ങനത്തെ അസുഖമൊക്കെ വന്നത്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് മുത്തശ്ശൻ വരുന്നുണ്ട്. മുത്തശ്ശനും വന്നിട്ട് ആ ഒരു വിളക്കില് ഇങ്ങനെ തൊട്ടുമുത്തുന്നുണ്ട്. എന്നിട്ട് ജയം പറയാണ്, ഇതുപോലുള്ള വിഷസർപ്പങ്ങളൊക്കെ ഈ വീട്ടിൽ തന്നെ ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നേ. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഡോക്ടർ വരുന്നുണ്ട്. ഡോക്ടർ വന്നിട്ട് ഡോക്ടറോടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് റിപ്പോർട്ട്സ് ഒക്കെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട്സ് ഒക്കെ നോക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, എന്റെ അഭിപ്രായത്തില് ഇത് അത്രയ്ക്ക് വലിയ രോഗമൊന്നുമല്ല. ക്യാൻസർ എന്ന് പറയുന്നത് ഈ കാലത്ത് അങ്ങ് മാറാവുന്ന രോഗമേ ഉള്ളൂ. അതിന് നന്നായിട്ട് ട്രീറ്റ്മെന്റ് വേണം, നന്നായിട്ട് റെസ്റ്റും വേണം. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. നിങ്ങളെ കൊച്ചുമക്കളുടെ കല്യാണമൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് മാത്രമേ നിങ്ങളെ കാലവരിയിലേക്ക് വിളിക്കുള്ളൂ എന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട്. എന്തായാലും എനിക്ക് അങ്ങനൊന്നുമില്ല ഡോക്ടറെ, ജീവിക്കുന്ന കാലം സമാധാനമായിട്ട് ജീവിക്കണം, അത്ര മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. എങ്കിൽ നിങ്ങൾ പോയി റെസ്റ്റ് എടുത്തോന്നും പറഞ്ഞിട്ട് മുത്തശ്ശിയെയും പറഞ്ഞു വിടുന്നുണ്ട്. എന്നിട്ട് ഡോക്ടർ എല്ലാവരോടും പറയാണ്, അദ്ദേഹത്തിന് ശരീരത്തിന് ആരോഗ്യം വേണ്ട പോലെ തന്നെ മനസ്സിനും ആരോഗ്യം വേണം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം
കാര്യങ്ങളും ഇവിടെ ഉണ്ടാവാതെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ റിപ്പോർട്ട് ചെയ്യാൻ ഒന്നുകൂടി പരിശോധിക്കട്ടെ എന്നും പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശിയുടെ മുറിയിലാണ്. അവരിങ്ങനെ സംസാരിച്ചിരിക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ദേവയാനി കയറി ചെല്ലുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശൻ പറയാണ്, ഡോക്ടറിനെ സമാധാനിപ്പിക്കാൻ പറഞ്ഞെന്നൊക്കെ എനിക്ക് മനസ്സിലായി, എനിക്ക് എങ്ങനെയെങ്കിലും അനിയുടെ കൂടെ കല്യാണം കാണണം എന്ന് മുത്തശ്ശൻ പറയുമ്പോഴേക്കും ദേവേനി പറയാണ്, അവൻ വേറൊന്നും അല്ല പറയുന്നത്, അവന് പക്വത ഇല്ലാത്തോണ്ടായിരിക്കും, 10-25 വയസ്സല്ലേ ആയുള്ളൂ, അതുകൊണ്ട് തന്നെ അവന് കല്യാണം ഇപ്പൊ വേണ്ടെന്നൊക്കെ പറഞ്ഞ് ശാഠ്യം പിടിച്ച് നിൽക്കുക. അപ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, അവനെയും കൂടി എങ്ങനെയും കമ്പനിയിലേക്ക് കയറ്റണം, അവന് ഉത്തരവാദിത്തങ്ങളൊക്കെ കൊടുക്കണം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവനായിട്ട് തന്നെ കണ്ടുപിടിച്ച പെൺകുട്ടിയിലെ അനാമിക, അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു കാര്യത്തിൽ താമസം വെക്കണ്ട. മുത്തശ്ശി പറയുന്നുണ്ട്, അവർക്ക് ഇപ്പൊ നടത്താനും അവർക്ക് സമ്മത, നമ്മളൊന്ന് മൂളിയാ മതി എന്ന് പറയുന്നുണ്ട്. ആനിയെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റുന്ന ദേവേനി പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിന്റെ മകന്റെ ജീവിതത്തിന്റെ കാര്യത്തെക്കുറിച്ച് നിനക്ക് എന്താ അഭിപ്രായം ചോദിക്കുമ്പോഴേക്കും ദേവേനി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ആ ഒരു കാര്യം കൂടി എനിക്ക് നേരെയാക്കണം. ഈ ഒരു വീട്ടില് ഏറ്റവും വലിയ പുകച്ചില് നയനയുടെയും ആദർശിന്റെയും കാര്യത്തിലാ, അതുകൂടി എനിക്കൊന്ന് സോൾവ് ആക്കണം. നയനയും ആദർശും സന്തോഷമായിട്ട് ജീവിക്കുന്നത് എനിക്ക് കാണണം, അവർ ഒരു കുഞ്ഞിനെയും കൂടെ കണ്ടിട്ട് വേണം എനിക്ക് കണ്ണടയ്ക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ദേവേനി പറയാണ്, അച്ഛ അതെല്ലാം ശരിയാവും, അച്ഛൻ ഒന്നും ഓർത്ത് വിഷമിക്കണ്ട എന്ന് പറയുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ദേവയാനിയുടെ മുത്തശ്ശൻ പറഞ്ഞുണ്ട്, എത്രയും പെട്ടെന്ന് അയാളുടെ കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കോളാൻ പറയുമ്പം ദേവയാനി പറയാണ്, ഞാനും ആദർശം ചേട്ടനും കൂടി അതെല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ നടത്തും, അച്ഛനെ ഒന്നും ഓർത്ത് വിഷമിക്കാതെ കൂളായിട്ട് ടെൻഷൻ അടിക്കാതിരിക്കുക എന്ന് ദേവയാനി പറഞ്ഞിട്ട് പോകുന്നുണ്ട് കേട്ടോ. അനിയാണെങ്കിൽ ഹാളിലിങ്ങനെ നന്ദുവിന്റെ കാര്യമൊക്കെ ആലോചിച്ച് വിഷമിച്ചിരിക്കായിരിക്കും. ഈ സമയത്ത് അങ്ങോട്ടേക്ക് ദേവയാനിയും ആദർശം കൂടിയിട്ട് ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ അവന്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയാണ്, എന്തായാലും ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചു, നിന്റെ കല്യാണ കാര്യം. അപ്പോഴേക്ക് അനി പറയാണ്, എന്താ ഈ പറഞ്ഞത്, ഞാനിപ്പോ കല്യാണത്തിന് ഒട്ടും പ്രിപ്പയർഡ് അല്ല, എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട എന്ന് പറയുന്നുണ്ട്. മുത്തച്ഛന്റെ കാര്യം നിനക്കറിയാലോ, ഡോക്ടർ എന്നിട്ട് പറഞ്ഞത് നീ കേട്ടതല്ലേ, അതുകൊണ്ട് തന്നെ മുത്തച്ഛന്റെ സന്തോഷം നമുക്ക് ഏറ്റവും വലുത്, അതുകൊണ്ട് തന്നെ നീ എത്രയും പെട്ടെന്ന് അനാമികയെ കല്യാണം കഴിക്കണമെന്ന് പറയുമ്പോൾ അനി പറയുന്നുണ്ട്, ഞാൻ ഒട്ടും ആളെ മനസ്സിലാക്കിയിട്ടില്ല, അതുകൊണ്ട് തന്നെ എനിക്കുള്ള വിവാഹം കഴിക്കാൻ പറ്റില്ല. അപ്പോഴേക്കും ആദർശ് ചോദിക്കുകയാണ്, ഞാൻ മനസ്സിലാക്കിയിട്ടാണോ നീ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന നിന്റെ ഏട്ടത്തിന് ഞാൻ വിവാഹം കഴിച്ചത്, ഒരുത്തി ഒളിച്ചോടിയപ്പം അടുത്തയാളെ കെട്ടി, അതുകൊണ്ട് അതാണെന്ന് പറഞ്ഞപ്പോഴേക്കും അനി പറയാണ്, എന്നിട്ട് ഇപ്പൊ ഏട്ടന്റെ ജീവിതം എങ്ങനെയുണ്ട്, ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങ് പോവല്ലേ, ഒരു താല്പര്യമോ ഒരു ദാമ്പത്യ ജീവിതമോ ഒന്നുമില്ലാതെ, ഒരു സന്തോഷം ഇല്ലാതെ എന്നും അടിയും പിടിയും വഴക്കമായിട്ട് പോവല്ലേ, അങ്ങനെ തന്നെ വേണോ എന്റെയും ജീവിതം എന്ന് അനി ചോദിക്കുമ്പോൾ ആദർശൊന്നും മിണ്ടാ നിൽക്കുകയാണ്. അപ്പോഴേക്കും ദേവേനി പറയാണ്, എന്തൊക്കെ പറഞ്ഞാലും ഈ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം, നീയായിട്ട് തന്നെ കണ്ടുപിടിച്ച പെണ്ണല്ലേ അനാമിക, അവരുടെ വീട്ടുകാർക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ ഈ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം, അത് മുത്തശ്ശന്റെ ആഗ്രഹമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ആദർശ് പറയാണ്, നീ സമ്മതിച്ചാലില്ലെങ്കിൽ ഞാൻ ഞങ്ങൾ നടത്തും, പിന്നെ നിന്നോട്ട് കാര്യം ചെയ്യട്ടെ, നിന്റെ മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടോ, വേറെ വല്ല പ്രേമമുണ്ടോ, ഉണ്ടെങ്കിൽ പറയടാ, അത് നടത്താം എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അനി അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. പിന്നെന്താ അതിന് കുഴപ്പം, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വിവാഹം നടത്താനുള്ള ഒരുക്കങ്ങൾ തുടങ്ങാൻ പോവാ, നീ പ്രിപ്പയർഡ് ആയിക്കോ എന്ന് ആദർശ് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അപ്പോഴേക്കും നയന വന്നിട്ട് ചോദിക്കുകയാണ്, എന്താ നിന്റെ ശരിക്കുള്ള പ്രശ്നം. അപ്പോഴേക്കും അനി പറയുന്നുണ്ട്, ഏടത്തി എനിക്ക് അനാമികൻ ഇഷ്ടമില്ല, അതെങ്ങനെ നീ തന്നെ കണ്ടുപിടിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന പെണ്ണല്ലേ അനാമിക, ഏടത്തി എന്നെ ആരാധിക്കുന്ന ഒരു ആരാധിക, അവളെ കണ്ടപ്പോൾ ചെറിയൊരു ഇഷ്ടമൊക്കെ തോന്നുന്ന സത്യ, പക്ഷെ അത് പ്രേമമൊന്നും അല്ല, എനിക്ക് ഇഷ്ടം മറ്റൊരു പെൺകുട്ടിയാണെന്ന് പറയുന്നു. അപ്പോഴേക്ക് നയന ചോദിക്കുകയാണ്, എങ്കിൽ പിന്നെ ആ പെൺകുട്ടി നിനക്ക് കിട്ടത്തില്ലെന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലും സാധിക്കില്ല ഏട്ടത്തി, അവളോട് ആരും സ്വീകരിക്കില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ അവളെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നാൽ ഇവിടെ ആർക്കും അവളെ ഇഷ്ടപ്പെടാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ നയന പറയാണ്, എങ്കിലത് വേണ്ട മോനെ, ആ ഒരു ആഗ്രഹം വിട്ട് കളഞ്ഞേക്ക്, ഇപ്പം ഞാനിവിടെ അനുഭവിക്കുന്നത് മോൻ കാണുന്നതല്ലേ, ഇഷ്ടമില്ലാതെ കയറിയിരുന്ന ഒരു പെണ്ണിനെ ഒരുപാട് അനുഭവിക്കേണ്ടി വരും, അതുകൊണ്ട് ആ പെൺകുട്ടിയുടെ കണ്ണീര് കൂടി ഇവിടെ വീഴണ്ട, ആ പെണ്ണിനെ കൂടി അനുഭവിപ്പിക്കേണ്ട, അതുകൊണ്ട് എൻ്റെ മോൻ അവർ പറഞ്ഞനുസരിക്ക്, അവർ അതിനൊക്കെ കഴിവും തന്നോട് ഉള്ളവരാണല്ലോ പറഞ്ഞിട്ട് പോകുന്നത്, എൻ്റെ മോൻ അതിനനുസരിച്ചാൽ മതി എന്ന് പറയുമ്പോഴേക്കും അനി ഇല്ല ഏട്ടത്തി, എനിക്കവളെ സ്വീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതേതാണ് ആ പെണ്ണെന്ന് ആലോചിച്ചുകൊണ്ട് നയന അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ.